RSVയിൽ ഒരു വിഭാഗം കൃത്യമായി കോൺഗ്രസ് വിട്ടുകൊണ്ട്, അതായത് UDFിൻ്റെ പാളയത്തു നിന്നും ഇടതുപക്ഷത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അതായത് മുൻ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിനെയും ഇപ്പോഴത്തെ നിലവിൽ കൊല്ലം MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രനെയും എതിർത്തുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം ആരംഭിക്കുകയാണ്. അവർക്ക് ഇടതുപക്ഷത്തിനകത്ത് അക്കോമഡേഷൻ കൊടുക്കാമെങ്കിൽ വരാം എന്ന രീതിയിലേക്കാണ് തയ്യാറെടുപ്പ് നടത്തുന്നത്. അവർ ആഗ്രഹിക്കുന്നത്, RSVയിലെ ഈ വിഭാഗം ആഗ്രഹിക്കുന്നത്, അതിനകത്ത് ബാബു ദിവാകരൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവർക്ക് NK പ്രേമചന്ദ്രൻ്റെയോ അല്ലെങ്കിൽ ഷിബു ബേബി ജോണിൻ്റെയോ രാഷ്ട്രീയ രീതികളോട് യോജിപ്പില്ലാത്തവരാണ്. നമുക്കറിയാം, ഈ രണ്ട് നേതാക്കൾ RSVയെ വലിയ നിലയിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ 3 തവണയായി കൊല്ലത്ത് പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടി കഴിവുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലമാണ് എൻ പീതാംബരക്കുറുപ്പ് പ്രേമചന്ദ്രന് വേണ്ടി 2014 മാറിക്കൊടുത്തതും അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ആദ്യ തവണ വിജയിച്ചത് 37,000-ഓളം വോട്ടുകൾക്കായിരുന്നു. ഇതിനു മുമ്പും പ്രേമചന്ദ്രൻ പാർലമെൻറ്റ് അംഗമായിട്ടുണ്ട്, രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിനിധിയായിട്ടുണ്ട്, നിയമസഭയിൽ പ്രതിനിധിയായിട്ടുണ്ട്. വീണ്ടും ലോക്സഭയിൽ 2014 വിജയിക്കുന്നത്. 2019-ലും 2024-ലും വിജയം ആവർത്തിച്ചു. 2019-ൽ KN ബാലഗോപാലിനെയും 2024-ൽ A മുകേഷിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് NK പ്രേമചന്ദ്രൻ ലോക്സഭയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ചടയമംഗലം, അതുപോലെ തന്നെ കൊല്ലം നിയോജക മണ്ഡലങ്ങളൊക്കെ കൃത്യമായി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചടയമംഗലം CPIയുടെ കയ്യിലാണ്, കൊല്ലം നിയോജക മണ്ഡലം CPIMൻ്റെ കയ്യിലാണ്. ഈ 2 സീറ്റുകൾ, അതായത് കൊല്ലം നിയോജക മണ്ഡലവും അതുപോലെ തന്നെ ചടയമംഗലം നിയോജക മണ്ഡലവും RSVയിൽ ഒരു വിഭാഗം കൃത്യമായി കോൺഗ്രസ് വിട്ടു വന്നാൽ അവർക്ക് നൽകാം എന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇവിടെ CPIക്കാണ് ഏറ്റവും കൂടുതൽ ചൊടിപ്പുണ്ടാകുന്നത്. നമുക്കറിയാം, കുന്നത്തൂർ MLA ആയ കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ളവരെ ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിൽ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആരും മന്ത്രിയാരാക്കിയിട്ടില്ല. മന്ത്രിമാരുടെ സാഹചര്യം വന്നപ്പോൾ അഹമ്മദ് ദേവർ കോവിലിന് 2.5 കൊല്ലവും അതിനുശേഷം കടന്നപ്പള്ളി രാമേന്ദ്രന് 2.5 കൊല്ലം എന്ന രീതിയിലാണ് രജിസ്ട്രേഷൻ വകുപ്പ് ഉൾപ്പെടെ നൽകിയത്. 2.5 കൊല്ലം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത ആന്റണി രാജുവിനെ മാറ്റി ടേം കണ്ടീഷൻ്റെ പേരിൽ 2.5 കൊല്ലം ഇപ്പോൾ KB ഗണേഷ് കുമാറിനെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, CPIക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് CPIM മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനകത്ത് CPI ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലും അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ ഘടകകക്ഷികളെ നിർത്തുക, CPI അങ്ങനെ പരമാവധി അവരെ താറടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളല്ല എന്ന് വരുത്തി തീർക്കുക. ഇതാണ് CPIMൻ്റെ പ്ലാൻ എന്നാണ് CPI സംസ്ഥാന കമ്മിറ്റി പോലും ഇപ്പോൾ അതിൽ പോലും പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ പല നേതാക്കളും പറയുന്നത്. മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള കെൽപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവർ കോൺഗ്രസുമായി ഒരു റിഫ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ CPI എന്ന പാർട്ടി വെറും ഒരു ഞാഞ്ഞൂൽ പാർട്ടിയായി ഇപ്പോൾ അധപതിച്ചിരിക്കുകയാണ്. കേരളത്തിൽ CPIക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം പോലുമില്ല. അവർക്ക് കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്, കുറച്ച് അണികളുണ്ട്, പക്ഷേ കാര്യമായി പ്രവർത്തിക്കുന്ന പണിയെടുക്കുന്ന ഒരു നേതാവുമില്ല എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം. യുവ നേതാക്കളിൽ പലരും ഇപ്പോൾ CPIക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയാണ്. AIYFൻ്റെ ശോചനീയ അവസ്ഥയാണ് ഈ കാണുന്നതെന്നുള്ളത് വളരെ വ്യക്തം.